അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതം നൽകുന്ന പാഠങ്ങൾ എന്താണ് പ്രതിപാദ്യ വിഷയം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്ത് സന്നാഹമാണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് ഓരോ വ്യക്തിയും ആത്മപരിശോധന നടത്തുകയും ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ജീവിതം അതിമഹത്തായ അനുഗ്രഹവും നൽകിയവന് നിർബന്ധമായും നന്ദി അർപ്പിക്കേണ്ട സമ്മാനവുമാണ്. ചിന്തിക്കുന്നവന് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ ഖുർആനിൽ ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയങ്ങളെ ദീപസുറ്റതാക്കാനും ഉൾക്കാഴ്ചകൾക്ക് വെളിച്ചം പകരാനും സഹായിക്കുന്ന പല നേട്ടങ്ങളും ഉപകാരങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. വിശ്വാസപരമായ പാഠങ്ങൾ, സ്വഭാവപരമായ മൂല്യങ്ങൾ, നാം നേടിയിരിക്കേണ്ട ഒരുപാട് കഴിവുകൾ എന്നിവയെല്ലാം നമുക്ക് ജീവിതത്തിൽ നിന്ന് പഠിക്കാനാകും. ആ പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ്റെ നന്മ എല്ലാവരും സ്മരിക്കുകയും അള്ളാഹുവിൻ്റെ അടുത്ത് അവന് മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പ്രിയരെ, ജീവിതത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് എന്തു വിപത്തിൽ നിന്നും സുരക്ഷയേകുന്ന കോട്ടയും അഭയകേന്ദ്രവുമാണ് എന്ന് നാം പഠിക്കും. ആ വിശ്വാസത്തിന്റെ തണലിൽ ഉറച്ചു നിൽക്കുന്നവന്റെ മനസ്സിന് സമാധാനം ലഭിക്കും. അവന്റെ ജീവിതം സുഗമമാവും. അവന്റെ മനക്കരുത്ത് വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനു ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. പുരുഷനോ സ്ത്രീയോ ആകട്ടെ, സത്യവിശ്വാസിയായി സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ആർക്കും ഉത്തമമായ ഒരു ജീവിതം നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികളിൽ അകപ്പെട്ട് ഇത്രയും വിശാല ഭൂമി തന്നെ കൊടുസായി തോന്നിയ എത്ര മനുഷ്യരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും കാരുണ്യവാനായ അവന്റെ മേൽ സത്യസന്ധമായി എല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രയാസങ്ങൾ നീങ്ങുകയും പ്രതിസന്ധികൾ അനുഗ്രഹമായി മാറുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക നൂജിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ അങ്ങനെയാണ് നാം സുരക്ഷിതരാക്കുക. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം എപ്പോഴും നിങ്ങളുടെ പാഥേയമായി സൂക്ഷിക്കുക. പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അഭയം പ്രാപിക്കുന്നതും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തിലേക്കാണ്. അതുപോലെ അള്ളാഹുവിന്റെ സ്മരണ, അതായത് ദിക്റും നിങ്ങൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ സ്മരണയിലൂടെ ആത്മാവിന് ശുദ്ധീകരണവും ഹൃദയത്തിന് ജീവനും കൈവരിക്കാൻ സാധിക്കുമെന്ന് ദിക്ർ ചൊല്ലുന്നവരെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ദൈവസ്മരണ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരൂ. ദിക്ർ കൊണ്ട് ഹൃദയം പ്രകാശിക്കും, ആത്മാവിന് ആനന്ദവും ലഭിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ സ്മരണ ഉപേക്ഷിച്ചാൽ മനസ്സിടുങ്ങുകയും ജീവിതം പ്രയാസത്തിലാവുകയും ചെയ്യും. രക്ഷിതാവായ അവൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. എന്റെ സന്ദേശത്തെ അവഗണിച്ചു കളയുന്ന ഒരാൾക്ക് നിശ്ചയം സങ്കുചിത ജീവിതമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മുഴുസമയത്തും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹുവിന്റെ സ്മരണ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വസന്തമാവണം. ജീവിതം നമുക്ക് പഠിപ്പിച്ചേരുന്ന മറ്റൊരു പാഠമാണ് ദുആ, അതായത് പ്രാർത്ഥന പ്രതീക്ഷയുടെ കവാടമാണ്. പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രാർത്ഥന മനസ്സിന് ആശ്വാസമാണ്. പ്രയാസങ്ങളിൽപ്പെട്ട് ഹൃദയം തകർന്ന എത്ര പേർക്കാണ് ദുആ കൊണ്ട് പരിഹാരം ലഭിച്ചത്? എത്ര രോഗികൾക്കാണ് ദുആ കൊണ്ട് ശമനം ലഭിച്ചത്? സങ്കടവും ദുഃഖവും പേറിയിരുന്ന എത്ര പേർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് സമാധാനം നൽകിയത്? അതുകൊണ്ട് പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി താഴ്മയോടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് ഉദാരമതിയും ഏറെ ലജ്ജയുള്ളവനുമാണ്. തന്റെ അടിമ തന്നിലേക്ക് 2 കൈകൾ ഉയർത്തിയാൽ ഒന്നും നൽകാതെ ആ 2 കൈകളും മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയാണ്. പ്രിയരെ, റിസ്ക് അള്ളാഹുവിന്റെ പക്കലാണുള്ളത് എന്ന് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവരെ ജീവിതം പഠിപ്പിക്കുന്ന പാഠമാണ്. യുക്തിക്കനുസരിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്കിടയിൽ ഓഹരി വെക്കുന്നു. തന്റെ കാരുണ്യം കൊണ്ട് റിസ്കിനുള്ള മാർഗങ്ങൾ അവൻ തുറന്നു കൊടുക്കുന്നു. അവൻ ഉറപ്പിച്ചു പറയുന്നു,
ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയമായും പ്രബലമായ ശക്തിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ. അതുകൊണ്ട് അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെടുക, അവന്റെ അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുകയോ ലഭിച്ചതിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. കാരണം നിനക്ക് ലഭിക്കാനുള്ളത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിനക്ക് കണക്കാക്കാത്തത് നിനക്ക് ലഭിക്കുകയുമില്ല. സത്യസന്ധരായവരെ ജീവിതം പഠിപ്പിക്കുന്ന പാഠം സത്യസന്ധത എന്നത് രക്ഷാകവചമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. സത്യസന്ധത തീർച്ചയായും നന്മയിലേക്ക് നയിക്കും. സത്യസന്ധത മുറുകെ പിടിച്ച കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ എത്ര മനുഷ്യരാണുള്ളത്. അതുകൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും സംരക്ഷണമേകുകയും ചെയ്തു. അതുകൊണ്ട് പ്രവർത്തികളിലും വാക്കുകളിലും എന്നല്ല, എപ്പോഴും നിങ്ങൾ സത്യസന്ധത പുലർത്തുക, കാത്തു സൂക്ഷിക്കുക. മുൻവിധിയില്ലാതെ നീതിയുക്തമായി പെരുമാറുന്നവരെ ജീവിതം പഠിപ്പിച്ച പാഠം ഉത്തരവാദിത്വ പൂർത്തീകരണം എന്നത് ഏറ്റവും നിർബന്ധമായ കാര്യമാണെന്നാണ്. അതുപോലെ അക്രമം അന്ധകാരമാണ്. അക്രമം വിജയത്തിന്റെ മാർഗങ്ങൾ കൊട്ടിയടക്കും. അക്രമം എങ്ങനെയാണ് വിജയിക്കുക? അക്രമി എങ്ങനെയാണ് വിജയിക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിലാക്കുകയേ ഇല്ല. അതിനാൽ നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക. അക്രമത്തിന്റെ അനന്തരഫലം വളരെ മോശമാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതേയല്ല. ജീവിതത്തിൽ നാം പഠിക്കുന്ന മറ്റൊരു പാഠമാണ് നല്ല വാക്കുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ നിലനിൽക്കുമെന്നതും അതുകൊണ്ടുള്ള ഫലങ്ങൾ നന്നാകുമെന്നതും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല വാക്ക് സദഖയാണ്, അതിന് ദാനധർമ്മത്തിന് പ്രതിഫലം ലഭിക്കും. നല്ലൊരു വാക്ക് എത്ര ഹൃദയങ്ങൾക്കാണ് സന്തോഷം സമ്മാനിച്ചത്, എത്ര പേർക്കാണ് പ്രചോദനം നൽകിയത്, എത്ര തർക്കങ്ങളാണ് പരിഹരിച്ചത്, എത്ര പേർക്കിടയിലാണ് നല്ല വാക്ക് സ്നേഹവും ഐക്യവും സ്ഥാപിച്ചത്. അതുകൊണ്ട് നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായകളെ സുഗന്ധപൂരിതമാക്കുക. നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ സദസ്സുകളെയും മജ്‌ലിസുകളെയും നിങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. മുഅ്മിനീങ്ങളെ, മറ്റുള്ളവരുടെ ജീവിതം പഠിക്കുന്നവർ തങ്ങളുടെയും ആയുസ് വർദ്ധിപ്പിക്കുകയാണെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം മുൻകഴിഞ്ഞവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന നേരായ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം അവരുടെ കഥാകഥനങ്ങളിൽ ബുദ്ധിമാന്മാർക്ക് വലിയ ഗുണപാഠമുണ്ട്. അതുകൊണ്ട് മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പഠിക്കുക. അവർ ജീവിതത്തിലെ അധ്യാപകരാണ്. ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ അനുഭവിച്ച് പഠിച്ചവരാണവർ. ആ ജീവിതാനുഭവങ്ങൾ കലർപ്പില്ലാതെ അവരെ കടഞ്ഞെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ അടുത്ത നിലപാടുകളെല്ലാം അവർക്ക് പല പാഠങ്ങളും നൽകിയിട്ടുണ്ട്. ജീവിതത്തിലെ പാഠങ്ങളും അനുഭവങ്ങളും നമുക്ക് അധ്യാപകന്റെ സ്ഥാനത്താണ്. പ്രത്യേകിച്ച് അതൊരു അതുല്യനായ നേതാവിന്റെ ജീവിത പാഠങ്ങളാണെങ്കിൽ. ഒരു നേതാവിന്റെ ജീവിതമാണ് പഠിക്കുന്നതെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് പാതേയമായി സ്വീകരിക്കാൻ സാധിക്കുന്ന തത്വജ്ഞാനവും അനുഭവജ്ഞാനവും അതിലുണ്ടാകും. മുന്നോട്ട് ഗമിക്കുന്നവർക്ക് അത് വഴികാട്ടുകയും പാഠം പഠിക്കുന്നവർ ആ വഴി പിന്തുടരുകയും ചെയ്യും. ജീവിതാനുഭവങ്ങളും പാഠങ്ങളും സമാഹരിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന അഭിമന്യരായ നേതൃത്വത്തെ നൽകി UAE-യിലുള്ള നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുകയാണ്. മഹാനായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഹഫിളഹുല്ലാഹ് ജീവിതം എന്നെ പഠിപ്പിച്ചു എന്നർത്ഥം വരുന്ന ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള വിലപ്പെട്ട പല അനുഭവങ്ങളും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഊന്നി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: നാട് എന്നത് വലിയൊരു സംഘമാണ്. ഈ വലിയ സംഘം അത്ഭുതങ്ങൾ രചിക്കുന്നവരുടെ നാടാണ്. അത് അതിമഹത്തായ അമൂല്യമായ നിധിയാണ്. നമ്മുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ടുമാണ് അത് ഉന്നതി പ്രാപിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ നാടിനു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ മൂല്യവത്തായ കാര്യങ്ങൾ സംഭാവന നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. എല്ലാവരും മരിച്ചു പോകും, എന്നാൽ നാട് മാത്രമേ ബാക്കിയാകൂ. നമ്മൾ അങ്ങോട്ടൊന്നും നൽകാതെ തന്നെ ഇങ്ങോട്ട് എല്ലാം നൽകിയതുപോലെ നാടിനു വേണ്ടി ഒന്നും പകരം ആഗ്രഹിക്കാതെ
ഒരുപാട് സംഭാവനകൾ നാം അർപ്പിക്കണം. നാടാണ് ആദ്യം, നാട് തന്നെയാണ് അവസാനവും, നാടിന് തന്നെയാണ് എപ്പോഴും പ്രാധാന്യവും. അതുകൊണ്ട് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു നൽകണം. കാരണം ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവരെ പ്രേരിപ്പിക്കണം. അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയിൽ അവർക്ക് വഴികാട്ടും. ഓരോ ദിവസവും ഒരു പാഠവും ഓരോ പ്രയാസത്തിൽ നിന്നും അവസരവും കണ്ടെത്തുന്ന ചിന്തകരും ബുദ്ധിജീവികളുമായി അവർ വളരണം. അല്ലാഹുവേ, യഥാർത്ഥ വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നിന്നെ ആത്മാർത്ഥമായി ആരാധിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും നീ നല്ല അവസരങ്ങൾ നൽകണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.